നമസ്കാരം, ഞാൻ ഡോക്ടർ കാവ്യ അരുൺ. ഇന്നത്തെ നമ്മുടെ വിഷയം ഈസ്ട്രോജനും കാൽസ്യവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ഒരു 40-50s ഒക്കെ കഴിയുന്ന സമയത്ത് സ്ത്രീകൾ പൊതുവെ പറയാറുണ്ട് അവർക്ക് ജോയിന്റ് പെയിൻസ് സ്റ്റാർട്ട് ചെയ്തു, ബോൺ ഡെൻസിറ്റി അവരുടേത് കുറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഈസ്ട്രോജന്റെ അളവും ഇതേ സമയത്ത് കുറയുന്നുണ്ട്. ഈസ്ട്രോജൻ ആണ് നമ്മുടെ കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ. അപ്പോൾ ഈസ്ട്രോജന്റെ അളവ് കുറയുമ്പോൾ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനും കുറയുന്നു. കാൽസ്യത്തിന്റെ അളവ് കുറയുന്നതിനോടൊപ്പം തന്നെ ബോൺ ഡെൻസിറ്റിയും കുറയുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ഒരു 30-40s തന്നെ സ്ത്രീകൾക്ക് ഇതേ കംപ്ലൈന്റ് കണ്ടുവരുന്നുണ്ട്. അതായത് കാൽസ്യം നോർമൽ ആയിരിക്കും, പക്ഷെങ്കിൽ ഓസ്റ്റിയോപൊറോസിസോ അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതെന്തുകൊണ്ടായിരിക്കും? ഇവിടെയാണ് നമ്മൾ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. അതായത് നമ്മുടെ ശരീരത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒരു തുല്യ അളവിൽ ഉണ്ടായിരിക്കണം. ഇവിടെ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുകയും ഈസ്ട്രോജന്റെ അളവ് കൂടുകയും ചെയ്യുന്ന സമയത്ത് ഒരു ഈസ്ട്രോജൻ ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടാകുകയും ഇത് ഇവരുടെ ബോൺ ഡെൻസിറ്റി കുറയ്ക്കുന്നു. അതെങ്ങനെ? കാരണം ഈസ്ട്രോജൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂടും എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈസ്ട്രോജൻ കൂടുന്നു, കാൽസ്യവും കൂടുന്നു. അതായത് കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂടുന്നു, ബ്ലഡിൽ കാൽസ്യവും കൂടുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ കാൽസ്യത്തിനെ ബോണിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് 3 കാര്യങ്ങളും കൂടെ വേണം. അതായത് മഗ്നീഷ്യം വേണം, വൈറ്റമിൻ ഡി വേണം, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണും കൂടെ വേണം. അപ്പം പ്രൊജസ്ട്രോൺ ഓൾറെഡി കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഈസ്ട്രോജൻ ഡോമിനൻസ് വരുമ്പോൾ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇതേപോലെ മഗ്നീഷ്യവും അതേപോലെ വൈറ്റമിൻ ഡിയും അവർക്ക് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാതെ ഈ കാൽസ്യം ഇങ്ങനെ ബ്ലഡിലൂടെ പോയി ഏതെങ്കിലും സോഫ്റ്റ് ടിഷ്യൂസിലൊക്കെ പോയി വീഴും. ഇത് സ്റ്റോണുകൾ ഉണ്ടാക്കാം, വാൽവിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പറയുന്ന രക്തധമനിയിലാണെങ്കിലും ഒക്കെ ഇത് ചെറിയ ചെറിയ സ്റ്റോൺസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ കാൽസ്യം വേണ്ട രീതിയിൽ നമ്മൾ ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് സംഭവിക്കുകയും അതേവസരം നമുക്ക് മറ്റ് ഭാഗങ്ങളിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും. ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ കാൽസ്യത്തിനെ 2 രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇത് ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ദോഷകരമായി മാറുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.